ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്ന ഒരു രോഗമാണ് വിളർച്ച, രക്തക്കുറവ്, എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അനീമിയ. അനീമിയ എന്ന് പറയുന്നത് ഇന്ന് കൂടുതലും കണ്ടുവരുന്നത് കുട്ടികളിലും സ്ത്രീകളിലുമാണ്. എന്തുകൊണ്ടാണ്, എന്താണ് ഇതിന്റെ കാരണം, ഇന്ന് ഒരുപാട് പേരിൽ ഇത് കണ്ടുവരാൻ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മറ്റൊന്ന്, ചികിത്സ അറിയുമ്പോഴത്തേക്കും അറിയേണ്ട ഒരു കാര്യം ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങൾ ഇന്ന് ഒരുപാട് ആൾക്കാരിൽ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. ഇത് അനീമിയ ആയി, രക്തക്കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആയുർവേദത്തിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇതിന് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വീട്ടിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വീട്ടിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീട്ടിലൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു 8ന് താഴെ കുറഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു വാല്യൂ നമുക്ക് ടെസ്റ്റ് ഒക്കെ നമുക്ക് നോക്കാം. 8ന് താഴെ കുറഞ്ഞു പോയാൽ വളരെ സീരിയസ് കണ്ടീഷൻ ആണ്. 8, 7 ഒക്കെ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക. അല്ല, ഒരു 11, 12 ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതൊന്ന് എന്താ പറയുക കൂട്ടിയെടുക്കാനുള്ള ചെറിയ ചെറിയ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ഒരു കഴിവ് കുറഞ്ഞു വരുമ്പോഴാണ് പ്രധാനമായിട്ടും രക്തരോഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രീതിയിൽ രക്തം നഷ്ടപ്പെട്ട് വരാം. മറ്റൊന്ന്, ചുവന്ന രക്താണുക്കൾ RBC നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉണ്ടാവാതെ വരുന്ന ഒരു കണ്ടീഷൻ. ഹീമോഗ്ലോബിൻ, നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ, ഓക്സിജനെ വഹിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അതിൻ്റെ ആ ഒരു അളവിന് എന്തെങ്കിലും പ്രശ്നം വരിക, ഇംപ്രോപ്പർ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫംഗ്ഷനും ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. പ്രധാന കാരണം ഇതാണ്, വളരെ കോമൺ ആയിട്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിലും സ്ത്രീകളിലും ഇത് കാണുന്നത് പീരീഡ്സ് ഒക്കെ ഓവർഫ്ലോ ആയിട്ട്, പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഓവർഫ്ലോ ആണെന്നുള്ള കുട്ടികളിൽ ഒരുപാട് രീതിയിൽ ബ്ലഡ് പോകുന്നുണ്ട് എന്നുള്ളവരിലും ഈ ഒരു രക്തക്കുറവ് കണ്ടുവരാറുണ്ട്. സോ ഇതാണ് വളരെ കോമൺ ആയിട്ട് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ലക്ഷണങ്ങളെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും കണ്ടുവരുന്നതാണ് ശരീരമാസകലം നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെടും. എന്തൊരു ചെറിയ ജോലി ചെയ്താലും ബോഡി ഭയങ്കരമായിട്ട് വീക്കായി കാണാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ. ഇന്ന് എല്ലാ കുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ പ്രധാന കാരണമാണ് ഈ ഒരു മുടി കൊഴിച്ചിൽ. നമ്മൾ മറ്റ് എണ്ണകളൊക്കെ നോക്കി പോകും, ഒന്നും വേണ്ട. ഈ ഒരു HB നിങ്ങൾ നോക്കുക, ഹീമോഗ്ലോബിൻ നോക്കുമ്പോഴത്തേക്കും അത് കുറവായി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ഈ ഒരു മുടി കൊഴിച്ചിൽ പാടെ മാറിക്കിട്ടും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ വിളർച്ച, വിളറി വെളുത്തതുപോലെ കാണപ്പെടാറുണ്ട് കുറേ പേരിൽ. തൊലിപ്പുറത്ത് സ്കിന്നൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആ ഒരു രക്തത്തിൻ്റെ കുറവ് നല്ല രീതിയിൽ വിളറി വെളുത്തിരിക്കുന്നത് പോലെ തോന്നും. പെട്ടെന്ന് നമുക്കത് മനസ്സിലാവാൻ പറ്റും. തലവേദന, നല്ല രീതിയിൽ ആ ഒരു ക്ഷീണത്തോടൊപ്പം തന്നെ തലവേദന കണ്ടുവരാറുണ്ട്. ഹൃദയമിടിപ്പ്, അതൊരു പ്രധാന കാരണമാണ്. ഹൃദയമിടിപ്പ്, കാര്യം അവിടെ രക്തക്കുറവ് കാണുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹൃദയം ഇടിക്കുന്നത് പോലെ തോന്നും. ശ്വാസതടസ്സം, കിതപ്പ് ഒക്കെ അനുഭവപ്പെടാറുണ്ട്. മറ്റൊരു ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ചെവിയിൽ ഒരു മൂളൽ ശബ്ദം പോലെ കേട്ട് വരാറുണ്ട്. ഡിസ്കളറേഷൻ, ശരീരത്തെ അവിടെ ഇവിടെയൊക്കെ ഒരു ഡിസ്കളറേഷൻ കണ്ടുവരാറുണ്ട്. ഓർമ്മക്കുറവ്, മറവി, എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും വെച്ചെടുത്ത് നിങ്ങൾക്ക് മറന്നു പോവുക, അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇതിന്റെ നോർമൽ വാല്യൂ എന്താണെന്നുള്ളത് നോക്കാം. അതനുസരിച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് രക്തക്കുറവാണോ, വിളർച്ച, അനീമിക് ആണോ എന്നൊക്കെ നോക്കുന്നത്. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് സ്ത്രീക്ക് പുരുഷനും ഡിഫറെൻ്റ് ആണ്. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഡിഫറെൻ്റ് ആണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 8 ഗ്രാം ഡെസിലിറ്ററിന് താഴോട്ട് ഒരിക്കലും ആ ഒരു വാല്യൂ പോകാൻ പാടില്ല. വളരെ സീരിയസ് കണ്ടീഷനാണ്. നിങ്ങൾ ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് ചില കണ്ടീഷനിലൊക്കെ നമുക്ക് ബ്ലഡ് ഒക്കെ അടക്കേണ്ടതായിട്ട് വരും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മെന്നിലാണെന്നുണ്ടെങ്കിൽ 13 to 16 ഗ്രാം ഡെസിലിറ്റർ വരെ ആണ് നോർമൽ വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 12 to 14 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് അതിൻ്റെ ഒരു നോർമൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 8 ഗ്രാമിന് താഴെ ഒരിക്കലും പോകരുത്, നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. ചികിത്സയെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കും വളരെ പ്രധാനമായിട്ടും ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിര ഇളക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴത്തേക്കും വയറ് ക്ലീൻ ആയിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിര ഇളക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും 6 മാസം കൂടുമ്പോഴത്തേക്കും നിങ്ങൾ വിര ഇളക്കി കൊടുക്കുക. അതനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കി എന്തൊക്കെ ആഹാരങ്ങളാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. ആയുർവേദത്തിലും നമ്മൾ കുറേ രോഗങ്ങൾക്കൊക്കെ ഇതുപോലെ ക്രിമിഗ്ന വടി, വിരേചനം ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ ചികിത്സ നോക്കുന്നത്. സോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആഹാരം തന്നെയാണ്. തീർച്ചയായിട്ടും എന്തൊക്കെ ആഹാരങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ രക്തക്കുറവുള്ളവർ എന്ന് പറയുന്നത് വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള ആഹാരം.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് മറ്റ് രോഗങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും, പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓറഞ്ച്, നാരങ്ങ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ആ ഒരു ഡയറ്റിൽ. നല്ല രീതിയിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരും. ഓറഞ്ച്, നാരങ്ങയും നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരമാണ് ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ പറയാറില്ലേ വഹിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ നമ്മുടെ ശരീരത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ പാലിൻ്റെ കൂടെ ഒന്നും നിങ്ങൾ ചേർക്കരുത്. ഇത്തരം ആഹാരം കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ പാലോ ചായയോ കാപ്പിയോ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു ടൈം ഡിഫറൻറ്റ് കൊടുക്കുക. ഇത്തരം ആഹാര രീതിയോടൊപ്പം ഈ ഒരു ഡയറി പ്രോഡക്ട്സ് ഒരിക്കലും കൂടി ചേർക്കരുത്. ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വൈറ്റമിൻ സി ആണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മറ്റ് ഇലക്കറികൾ, മുരിങ്ങയില, ചീര നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. റെഡ് കളറായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾക്ക് ബീട്രൂട്ട്, പപ്പായ യൂസ് ചെയ്യേണ്ടതാണ്. ഗ്രേപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ഉണക്ക മുന്തിരി ആട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഡേറ്റ്സ്, നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് അയൺ കണ്ടന്റ് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് ഉള്ളത് എന്നുള്ളത് 100 ഗ്രാം വെച്ചിട്ട് നമുക്ക് നോക്കാം. പയറുവർഗ്ഗങ്ങൾ നിങ്ങൾ കടല, ചെറുപയർ ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് എള്ള്. കറുത്ത എള്ളിന് ആ ഒരു അയൺ കണ്ടന്റ് നിങ്ങളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ സപ്ലൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റൊന്ന് ഫ്ലാക്സ് സീഡ്, അതുപോലെ ബീൻസും അധികം ആരും കഴിച്ച് ഇഷ്ടപ്പെടുന്നതല്ല. ബീൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെയൊക്കെ ഓരോന്നില്ല 100 ഗ്രാമിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് കാഷ്യൂ നട്ടിൽ 6.7 mg ആണ് അടങ്ങിയിട്ടുള്ളത്. ബദാമിലാണെന്നുണ്ടെങ്കിൽ 3.7 mg. എള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 14.6 mg ആണ് അടങ്ങിയിട്ടുള്ളത്. ഫ്ലാക്സ് സീഡിൽ 5.6 mg അടങ്ങിയിട്ടുണ്ട്. ചെറുപയർ നോക്കിക്കോ 6.2 mg അടങ്ങിയിട്ടുണ്ട്. ബീൻസിൽ 5 mg അടങ്ങിയിട്ടുണ്ട്. കടലയിൽ 1.5 mg അടങ്ങിയിട്ടുണ്ട്. പയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.3 mg അടങ്ങിയിട്ടുണ്ട്. ഡ്രൈ ഗ്രേപ്സ് ആണെന്നുണ്ടെങ്കിൽ 1.9 mg അടങ്ങിയിട്ടുണ്ട്. ഡേറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.1 mg അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചീര നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.7 mg അടങ്ങിയിട്ടുണ്ട്. ഉണക്കമുന്തിരി നമ്മൾ പറഞ്ഞു എത്രയാണ്, ഉണക്കമുന്തിരിയിൽ 1.9 mg അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എള്ളും അതുപോലെ ഫ്ലാക്സ് സീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5.6 mg അടങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എന്താ അയൺ അടങ്ങിയിട്ടുള്ളത്. അയൺ കണ്ടന്റ് നിങ്ങൾക്ക് ബോഡിയിൽ സപ്ലൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആഹാര രീതി എന്ന് പറയുന്നത്. സോ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം തീർച്ചയായിട്ടും കണ്ടുവരും. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ആഹാര രീതി ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കിട്ടാത്ത സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരല്പം നാരങ്ങ കൂടെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. അബ്സോർപ്ഷൻ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ കൂടി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. മറ്റൊരു കാര്യം, ആയുർവേദത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് മരുന്നുണ്ട്. നമ്മൾ പേഷ്യൻസിൻ്റെ കണ്ടീഷനൊക്കെ ഒക്കെ നോക്കിയിട്ട് അരിഷ്ടവും അതുപോലെ തന്നെ ലോഹസിന്ദൂരം ഒക്കെ പറഞ്ഞിട്ട് കുറേ മരുന്നുണ്ട്. നമ്മൾ പേഷ്യൻസിനെ അനലൈസ് ചെയ്തിട്ട് അവരുടെ എന്താ പറയുക ശരീരപ്രകൃതിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് മാറ്റം കണ്ടുവരാറുണ്ട്. ഈ ഒരു അരിഷ്ടവും ഈ ഒരു ലോഹസിന്ദൂരം ഒക്കെ വെച്ചിട്ട് ഒരുപാട് മരുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കാറുള്ളതാണ് ലോഹാസവും ദ്രാക്ഷാരിഷ്ടവും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ അത് നമ്മൾ കണ്ടീഷൻ നോക്കിയിട്ട് പേഷ്യൻസിനൊക്കെ നല്ല ഡിഫറൻറ്റ് കണ്ടുവരാറുണ്ട്. പക്ഷേ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വയറും മറ്റു ഉറക്കവും എല്ലാം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ രക്തക്കുറവൊക്കെ ഉള്ളവർ ആഹാരം നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ കണ്ടുവരും. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക യൂസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്